ഇത് ഡേറ്റിങ്ങിന്റെ കാലങ്ങളായി നമ്മൾ പിന്തുടർന്നു പോരുന്ന ശക്തമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളും അതിന്റെ ആണിക്കല്ലായ വിവാഹ രീതികളോടും ഒക്കെ ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് ഈ ഡിജിറ്റൽ കാലത്തെ പുതിയ തലമുറ ഡേറ്റിങ്ങിനെ പ്രണയിക്കുന്നത്. നമ്മുടെ പങ്കാളി എല്ലാ അർത്ഥത്തിലും നമുക്ക് യോജിച്ചതാണോ എന്ന് പരീക്ഷിച്ചറിയാനുള്ള ഒരു പടിഞ്ഞാറൻ മാർഗം. പണ്ടൊരു സിനിമയിൽ പറഞ്ഞിട്ടില്ലേ, കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന്. ഏതാണ്ട് ആ ഒരു ലൈൻ. പടിഞ്ഞാറൻ മായക്കാഴ്ചകൾ കണ്ണു മഞ്ഞളിച്ചിരിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ ഇഷ്ടപ്പെടാൻ ഒരു സാധ്യതയുമില്ല. തീക്ഷ്ണമായിട്ടുള്ള സ്നേഹം കൊണ്ട്, വിട്ടുവീഴ്ചയില്ലാത്ത ധർമാചരണം കൊണ്ട് സ്വന്തം ഭർത്താവിന്റെ ജീവൻ തിരികെ വാങ്ങിയ സാവിത്രിയുടെ കഥ അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ദാമ്പത്യ ബന്ധത്തിന് തുല്യവില കൽപ്പിക്കുന്നവർക്ക് ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാതെ മുഴുവനും കാണുക. പോകാം വീഡിയോയിലേക്ക്. പണ്ട് മദ്ര രാജ്യത്ത് അശ്വപതി എന്ന പേരിലൊരു രാജാവ് ഉണ്ടായിരുന്നു. വളരെയധികം വീര്യവാനും ഗുണവാനും തൻ്റെ പ്രജകളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവുമായിരുന്നു അദ്ദേഹം. ഇങ്ങനെ ആയിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ കാര്യത്തിൽ അദ്ദേഹം വളരെയധികം ദുഃഖിതനായിരുന്നു. പ്രായമേറി വരുന്നു, സന്താനങ്ങളൊട്ടും ഇല്ലതാണ്. ദുഃഖിതനായി തീർന്ന രാജാവ് ബ്രഹ്മചര്യം സ്വീകരിച്ച് കഠിനമായിട്ടുള്ള വ്രതനിഷ്ഠയിൽ ഏർപ്പെട്ടു. മിതാഹാരിയായി, ജിതേന്ദ്രിയനായി, പകലിനെ 8 ഭാഗിച്ച് അതിൽ 6ാമത്തെ മുഹൂർത്തത്തിൽ സൂര്യകന്യകയായ സാവിത്രി ദേവിയെ ഭജിച്ച് ഹവിസുകൾ അർപ്പിച്ചു. ഇങ്ങനെ ഇടമുറിയാതെ നീണ്ട 18 സംവത്സരങ്ങൾ അദ്ദേഹം സാവിത്രി ദേവിയെ ഭജിച്ചു. ഇതിൽ പ്രസാദിച്ചിട്ട് ദേവി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷയായി. രാജാവിന്റെ ആവശ്യം നമുക്കറിയാമല്ലോ. കുലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്താനങ്ങളെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ദേവി അദ്ദേഹത്തോട് മറുപടിയായിട്ട് പറഞ്ഞു, ഹേ രാജാവേ, അങ്ങേക്ക് വിധിവശാൽ സന്താനയോഗ്യമുണ്ട്, പുത്രയോഗമുണ്ട്. പക്ഷെ അതിനു മുൻപായി അങ്ങേക്ക് ഏറ്റവും ഗുണശീലയായ, സൗന്ദര്യവതിയായ, ബുദ്ധിമതിയായ ഒരു മകൾ ഉടനെ ജനിക്കുമെന്ന് പറഞ്ഞ് ദേവി പറഞ്ഞു. അങ്ങനെ ദേവിയുടെ അനുഗ്രഹത്താൽ രാജാവിന് യഥാകാലം അതിസുന്ദരിയായ തേജസ്സുറ്റ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. സാവിത്രി ദേവിയുടെ അനുഗ്രഹത്താൽ ജനിച്ചതുകൊണ്ട് അവൾക്ക് രാജാവ് സാവിത്രി എന്ന് തന്നെ പേരും നൽകി. സർവശാസ്ത്രങ്ങളിലും മിടുക്കിയായി സാവിത്രി വളർന്നു. കണ്ടാൽ ലക്ഷ്മി തന്നെയോ ഇവളെന്ന് തോന്നും വിധത്തിലായിരുന്നു സാവിത്രിയുടെ സൗന്ദര്യം ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇങ്ങനെ സൗന്ദര്യം അധികമായതിനാൽ ആകാം ഇവിടെ മനസ്സറിഞ്ഞ് വേൾക്കാനായിട്ട് രാജകുമാരന്മാരാരും തന്നെ വന്നില്ല എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ കാരണത്താൽ രാജാവിന് വളരെയധികം സങ്കടം ഉണ്ടായിട്ടോ. അതുകൊണ്ട് രാജാവ് മകളോട് പറഞ്ഞു, നിനക്ക് അനുരൂപനെന്ന് തോന്നുന്ന ഒരാളെ നീ സ്വയം കണ്ടെത്തിക്കൊള്ളൂ എന്ന്. അച്ഛന്റെ വാക്കുകൾ ശിരസാവഹിച്ച സാവിത്രി ഗുരുക്കന്മാരെ കാൽതൊട്ട് വന്ദിച്ച് അർഹിക്കുന്ന ദക്ഷിണയൊക്കെ നൽകി പ്രായമുള്ള കുറച്ച് മന്ത്രിമാരെയൊക്കെ കൂട്ടി പൊന്മണിത്തേരിലേറി യാത്രയായി. ഇങ്ങനെ സ്വയം വരനെ കണ്ടെത്തുന്ന പരിപാടി അന്നുണ്ടായിരുന്നു. ഇതിപ്പോ അച്ഛന്റെ അനുവാദത്തോടു കൂടിയാണെന്ന് മാത്രം. ആ ഒരു വ്യത്യാസങ്ങളുള്ളൂ. അങ്ങനെ രാജർഷിമാരൊക്കെ ആശ്രമം കിട്ടി പാർക്കുന്ന ഇടങ്ങളിലൊക്കെ ചെന്ന് അവരുടെ അനുഗ്രഹങ്ങളൊക്കെ നേടിക്കൊണ്ട് സാവിത്രി വിവിധ ദിക്കുകളിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് മദ്ര രാജാവ് തന്റെ സഭയിൽ തന്നെ കാണാനെത്തിയ നാരദ മഹർഷിയുമായിട്ട് സംസാരിച്ചിരിക്കവെയാണ് സാവിത്രി ഈ യാത്രകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു കൊട്ടാരത്തിലേക്ക് വരുന്നത്. സാവിത്രിയെ കണ്ടപാടെ നാരദ മഹർഷി അന്വേഷിച്ചത് അവളുടെ വിവാഹ കാര്യത്തെക്കുറിച്ചാണ്. അതിന്റെ ആ ഒരു കാര്യത്തിനായിട്ട് തന്നെ ആയിരുന്നു തന്റെ യാത്ര എന്ന് സാവിത്രി മറുപടി പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടൊരു ആകാംക്ഷ നാരദ മഹർഷിക്ക് തോന്നി. അദ്ദേഹം ചോദിച്ചു. അങ്ങനെ നാരദ മഹർഷിയോടും തന്റെ പിതാവിനോടുമായി സാവിത്രി പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ്. സാവിത്രി തന്റെ മന്ത്രിമാരോടൊത്ത് വിവിധ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ സഞ്ചരിച്ച കൂട്ടത്തില് ദ്യുമത്സേനൻ എന്നുള്ള ഒരു രാജർഷിയുടെ ആശ്രമത്തിലും ഇവർ ചെന്നെത്തുകയുണ്ടായി. അദ്ദേഹം സ്യാലദേശത്തെ രാജാവായിരുന്നു. ഇടക്കാലം കൊണ്ട് അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന് ബാലനായിരുന്ന ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശത്രുവായിരുന്ന അദ്ദേഹത്തിന്റെ അയൽ രാജ്യക്കാരൻ ഈ ഒരു അവസരം മുതലെടുത്ത് അന്ധനായിട്ടുള്ള ദ്യുമത്സേനെ കീഴടക്കി ആ രാജ്യം പിടിച്ചടക്കി. ദ്യുമത്സേന മഹാരാജാവ് തന്റെ ഭാര്യയോടും കുഞ്ഞിനോടും ഒപ്പം രാജ്യം വിട്ടുകൂടി ഒരു ഘോരമായിട്ടുള്ള കാനനത്തിൽ ചെന്നിട്ട് ആശ്രമം കിട്ടി അവിടെ താപസവൃത്തിയിൽ ഏർപ്പെട്ട് കഴിയുകയുണ്ടായത്. ദ്യുമത്സേന രാജാവിന്റെ മകൻ യോഗ്യനായും മിടുക്കനായിട്ടും വളർന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ചിത്രാശ്വൻ എന്നായിരുന്നു. പ്രശസ്തനായത് സത്യവാൻ എന്നും. അങ്ങനെ ദ്യുമത്സേന രാജർഷിയുടെ ആശ്രമത്തിൽ ചെന്നിട്ട് ഈ സത്യവാനെ കണ്ട് പരിണയിച്ച വിവരം
നാരദ മഹർഷിയുടെയും തന്റെ പിതാവിന്റെയും അടുത്ത് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സാവിത്രി പറഞ്ഞു. ഇതെല്ലാം കേട്ടിരുന്ന നാരദ മഹർഷി സാവിത്രിയുടെ തീരുമാനം കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞു. അത് എന്താണ് അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം സാവിത്രിയുടെ പിതാവ് അന്വേഷിച്ചു. നാരദ മഹർഷി പറഞ്ഞു, ഈ സത്യവാനെ കുറിച്ച് യാതൊരു വിധ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. സൽഗുണ സമ്പന്നനാണ്, കഴിവുള്ളവനാണ്, എല്ലാമാണ്, ശരിയാണ്. പക്ഷെ ഇന്നേക്ക് 1 വർഷം തികയുന്ന അന്ന് സത്യവാൻ മരിക്കും. ഈ ഒരു വാക്ക് നാരദ മഹർഷിയുടെ ഭാഗത്ത് നിന്ന് കേട്ടതോടുകൂടി അത് വളരെ നടുക്കമാണ് സാവിത്രി ഉണ്ടാക്കിയത്. എങ്കിലും സത്യവാനെ വിവാഹം കഴിക്കണമെന്നുള്ള തീരുമാനത്തിൽ നിന്ന് ഒരു പണവിട പോലും ഇളകിയില്ല എന്നുള്ളതാണ്. മഹാരാജാവ് ആവും പോലെ മകളെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അത് സാധ്യമായില്ല, ഫലവത്തായില്ല. ഒടുവിൽ നാരദ മഹർഷി എന്നൊരു തീരുമാനം പറഞ്ഞു. മഹാരാജാവേ, അങ്ങയുടെ മകൾക്ക് ഉള്ളിൽ ഉറപ്പുണ്ട്. അവൾ ധർമ്മത്തിൽ ഉറച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സത്യവാനെ പോലെ ഗുണവാനായിട്ടുള്ള മറ്റൊരാളെ കാണാനുള്ള ഒട്ടില്ലതാൻ. അതുകൊണ്ട് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് സത്യവാന് തന്നെ അവളെ വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന് ഉള്ളൊരു അഭിപ്രായം തീർത്ത് പറഞ്ഞു. അങ്ങനെ നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ട അശ്വതി രാജാവ് കന്യാദാനത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്തു. പൂജ്യരായിട്ടുള്ള ഗുരുക്കന്മാരെയും ബ്രാഹ്മണരെയും ഒക്കെ ആളയച്ചു വരുത്തി നല്ലൊരു ദിവസം നിശ്ചയിച്ചിട്ട് ദ്യുമത്സന രാജാവിൻ്റെ ആശ്രമത്തിലേക്ക് അവർ കാൽനടയായിട്ടാണ് ചെന്നത്. അവിടെ ചെന്നിട്ട് തങ്ങൾ ആരാണെന്ന് പരിചയപ്പെടുത്തുകയും വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നും അവിടെ വ്യക്തമാക്കി. പക്ഷെ ഇത് കേട്ടിട്ട് അശ്വതി രാജാവിൻ്റെ ആവശ്യം കേട്ടിട്ട് അതിനെ ആദ്യം വേണ്ട എന്ന് പറഞ്ഞു തടയുകയാണ് ദ്യുമത്സന രാജാവ് ചെയ്തത്. രാജ്യം നഷ്ടപ്പെട്ട് വനവാസികളായി താപസവൃത്തി ചെയ്ത് കഴിയുന്ന ഞങ്ങളുടെ കൂടെ കഴിയാനായിട്ട് സാവിത്രിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള തടസ്സവാദനങ്ങളൊക്കെ ദ്യുമത്സനൻ പറഞ്ഞുവെങ്കിലും അശ്വതി രാജാവിൻ്റെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധത്തിന് ഒടുവിൽ വഴങ്ങേണ്ടി വന്നു. അങ്ങനെ അവസാനം ഇരുവരുടെയും വിവാഹം നടന്നു. എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു ഭാര്യയെ ലഭിച്ച സന്തോഷം സത്യവാനും, അതേപോലെ തന്നെ താൻ മനസ്സിലാഗ്രഹിച്ച ഭർത്താവിന് ലഭിച്ച സാവിത്രിയും ഒരേപോലെ സന്തോഷിച്ചു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ആശ്രമകാര്യങ്ങൾ നോക്കുന്നതിലും ഭർത്താവിനെ സ്നേഹിച്ചാദരിക്കുന്നതിലും ഒക്കെ മിടുക്കിയായി തീർന്നു സാവിത്രി. അവൾ എല്ലാവർക്കും പ്രിയങ്കരിയായി തീർന്നു. സന്തോഷങ്ങൾ ഏറെ ഉണ്ടെങ്കിലും നാരദ മഹർഷി പറഞ്ഞ കാര്യം സാവിത്രിയുടെ മനസ്സിലിങ്ങനെ ഒരു വിങ്ങലായിട്ട് തോന്നും. അങ്ങനെ സത്യവാൻ മരിക്കേണ്ട ദിവസവും വന്നെത്തി. സാവിത്രി ദിവസങ്ങൾ എണ്ണി കാത്തിരുന്നു. ഇന്നേക്ക് 4-ാം നാൾ സത്യവാന്റെ മരണം. സാവിത്രി 3 നാൾ നീളുന്ന അതികഠിനമായിട്ടുള്ള വ്രതമെടുക്കാൻ തുടങ്ങി. ജലപാനം പോലും വേണ്ട എന്ന് വെച്ചുകൊണ്ടുള്ള വ്രതനിഷ്ഠയിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് ദ്യുമത്സനും മറ്റും ശ്രമിച്ചെങ്കിലും അത് അവൾ വഴങ്ങിയില്ല. വ്രതമെടുക്കുന്നതിൻ്റെ കാര്യവും വ്യക്തമാക്കിയില്ല. അങ്ങനെ 3 നാൾ കഴിഞ്ഞ് രാവിലെ അഗ്നിഹോത്രം ചെയ്ത് വ്രതം അവസാനിപ്പിച്ച സാവിത്രിക്ക് നെടുമംഗല്യം ഉണ്ടാകട്ടെ എന്ന് ആശ്രമവാസികൾ എല്ലാവരും ആശംസിച്ചു. ഒരു പ്രാർത്ഥനയോടെ ആ ആശംസ അവൾ മനസ്സാൽ സ്വീകരിക്കുകയും ചെയ്തു. എന്നത്തെയും പോലെ സത്യവാൻ അഗ്നിഹോത്രത്തിനുള്ള വിറകും മറ്റു സാമഗ്രികളും ഒക്കെ ശേഖരിക്കാനായിട്ട് കാട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി മഴുവുമായിട്ട്. പതിവിന് വിപരീതമായിട്ട് സാവിത്രിയും കൂടെ പോകാനൊരുങ്ങി. സത്യവാൻ തടഞ്ഞുവെങ്കിലും ദ്യുമത്സനന്റെയും അമ്മയുടെയും അനുവാദത്തോടെ അവൾ കൂടെ പോവുക തന്നെ ചെയ്തു. സാവിത്രിയുടെ മനസ്സിൽ ഭീതി കൂടി വന്നു. ഇന്നാണ് സത്യവാന്റെ മരണം. അത് സത്യവാനോട് പറയാനും വയ്യ. എങ്ങനെ എപ്പോൾ സംഭവിക്കുന്നിട്ട് യാതൊരു രൂപവുമില്ല. സത്യവാൻ പതിവ് പോലെ തൻ്റെ ജോലികൾ ആരംഭിച്ചു. കായികനികളൊക്കെ ശേഖരിച്ചു. അതിനുശേഷം വിറക് വെട്ടാനൊരുങ്ങി. അല്പനേരം വിറക് വെട്ടുന്ന ജോലി ചെയ്തു കഴിഞ്ഞപ്പോൾ തലവേദനിക്കുന്നു എന്ന് പറഞ്ഞ സത്യവാൻ സാവിത്രിയുടെ മടിയിൽ തലചായ്ച്ചുകൊണ്ട് കിടന്നു. ശരീരമാകെ വിയർത്ത് തളർന്ന സത്യവാൻ മെല്ലെ ഉറക്കത്തിലേക്ക് വീഴ്ത്തി വീണു. സാവിത്രി നാരദ മഹർഷി പറഞ്ഞു തോർത്തു. അദ്ദേഹം പറഞ്ഞ ദിവസവും നാളും നേരവും എല്ലാം ഒത്തിരിക്കുന്നു. അവൾ ശരിക്കും നടുങ്ങി. ആ ഘോരമായ വനത്തിനുള്ളിൽ ഭർത്താവിന്റെ നിശ്ചലമായ ദേഹവും താങ്ങി അവൾ ഒറ്റയ്ക്ക്. വളരെ പെട്ടെന്ന് തങ്ങൾക്ക് ചുറ്റും ഒരു പ്രഭ പരക്കുന്നതായി മനസ്സിലാക്കിയ സാവിത്രി തലയുയർത്തി നോക്കി. തുടുത്ത വസ്ത്രം ധരിച്ചവനും തടിച്ചുരുണ്ട ദേഹത്തോടു കൂടിയവനും സൂര്യന്റെ തുല്യമായിട്ടുള്ള പ്രഭയോട് കൂടിയവനുമായിട്ടുള്ള ഒരു പുരുഷൻ കറുത്ത് തടിച്ച ദേഹത്തോടെ രക്തവർണമായിട്ടുള്ള കണ്ണുകളോടെ സത്യവാന്റെ അടിയിൽ വന്ന് അവനെ തന്നെ നോക്കുന്നതായിട്ട് സാവിത്രി കണ്ടു. അവൾ എഴുന്നേറ്റ് ചെന്ന് കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു, ഇത്രയും അമാനുഷ തേജസ്സുള്ള അങ്ങ് ആരാണ്? അദ്ദേഹം സാവിത്രിയോട് പറഞ്ഞു, സാവിത്രി, പതിവ്രതയും തപസിദ്ധിയുള്ള നിന്നോട് പറയാം, ഞാൻ യമധർമ്മദേവനാണ്. നിന്റെ ഭർത്താവ് സത്യവാന്റെ ആയുസ് അവസാനിച്ചിരിക്കുന്നു. അവന്റെ ജീവനെ കൈക്കൊള്ളാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് പറഞ്ഞ യമധർമ്മദേവൻ സത്യവാന്റെ ജീവനെ ബലമായി ആകർഷിച്ചു. സത്യവാന്റെ ശരീരത്തിലെ
തുടിപ്പുകൾ ക്രമേണ നിലച്ചു. ആ ശരീരം നിശ്ചലമായി. ഇതുകൊണ്ട് സാവിത്രി ഹതാശയായി. അവൾ ഗത്യന്തരമില്ലാതെ യമധർമ്മദേവനെ പിന്തുടർന്നു. അദ്ദേഹം സാവിത്രിയെ പിന്തിരിപ്പിച്ചു. സാവിത്രി, നീ തിരികെ നിന്റെ ആശ്രമത്തിലേക്ക് മടങ്ങുക. സത്യവാന് വേണ്ടുന്ന, നിന്റെ ഭർത്താവിന് വേണ്ടുന്ന ശേഷക്രിയകളെല്ലാം ചെയ്യുക. നിന്നെ കൊണ്ടാവും പോലെ ഭർത്താവിനെ പിന്തുടർന്നു. നീ നിന്റെ കർത്തവ്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നിനക്ക് തിരികെ പോകാം. സാവിത്രി കൂട്ടാക്കിയില്ല. അങ്ങ് എൻ്റെ ഭർത്താവിനെ ഏതിടം വരെ കൊണ്ടുപോകുന്നുവോ അതുവരേക്കും ഞാൻ അനുഗമിക്കും. ഇതെന്റെ ധർമ്മമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ധർമ്മം പാലിക്കലല്ലേ നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ. ഇങ്ങനെ യുക്തിഭദ്രമായി സാവിത്രി സംസാരിക്കുന്നത് കേട്ടിട്ട് അവൾക്കൊരു വരം നൽകാനായിട്ട് യമധർമ്മദേവൻ തയ്യാറാകുന്നു. ഒരു വരം നൽകിയാലെങ്കിലും വഴിമാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണോ? ഈ ഒരു അവസരം സാവിത്രി വളരെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ ആദ്യത്തെ വരമായി സാവിത്രി ആവശ്യപ്പെട്ടത് തൻ്റെ ഭർത്തൃപിതാവ് രാജ്യഭ്രഷ്ടനായി കാഴ്ചയും നഷ്ടപ്പെട്ടിട്ടാണുള്ളത്. അദ്ദേഹത്തിന് തൻ്റെ കാഴ്ച തിരികെ ലഭിച്ച് പഴയ ആരോഗ്യത്തിലേക്ക് മടങ്ങി വരാൻ അനുഗ്രഹിക്കണമെന്നാണ് സാവിത്രി പറഞ്ഞ ആവശ്യം. അത് യമധർമ്മദേവൻ നടത്തി കൊടുക്കുകയും ചെയ്തു. സാവിത്രിയുടെ ആദ്യത്തെ ആവശ്യം സാധ്യമാക്കി കൊടുത്തിട്ട് യമൻ പറഞ്ഞു, നീ നന്നായി തളർന്നിരിക്കുന്നു, ഇനിയെങ്കിലും മടങ്ങുക. സാവിത്രി കൂട്ടാക്കിയില്ല. എൻ്റെ ഭർത്താവിൻ്റെ സാമീപ്യത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് തളർച്ചയോ? ഒരിക്കലുമില്ല. ഭർത്താവിൻ്റെ ഗതി ഏതോ അത് തന്നെയാണ് എൻ്റെയും ഗതി. സൽപുരുഷന്മാരുമായിട്ടുള്ള ചേർച്ച അത് എന്തായാലും നല്ലതല്ലേ വരുത്തുള്ളൂ. ഞാൻ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സാവിത്രിയുടെ സത്യസന്ധമായ വാക്കുകൾ കേട്ട് തൃപ്തിയായ യമധർമ്മദേവൻ ആ പ്രിയങ്കരിക്ക് രണ്ടാമത്തെ വരം കൊടുത്തു. തൻ്റെ ഭർത്തൃപിതാവിന് നഷ്ടപ്പെട്ട രാജ്യം തിരികെ ലഭിക്കാനും ധർമ്മം ച്യുതിയില്ലാതെ അത് ഭരിക്കുവാനുമുള്ള വരമാണ് അവൾ നേടിയെടുത്തത്. രണ്ടാമതായിട്ട് വീണ്ടും യമധർമ്മദേവനെ പിന്തുടർന്ന സാവിത്രി സനാതന ധർമ്മം പാലിക്കുന്നവർക്ക് അവസാനം ദുർഗതിയാണല്ലോ വരുന്നതെന്നും ഈ ഒരു സത്കർമ്മം പാലിക്കുന്നവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ചോദ്യം ദേവന്റെ മുന്നിൽ ചോദിക്കേണ്ടായി. സാവിത്രിയുടെ കുശലതയുടെ സംഭാഷണത്തിൽ സംപ്രീതനായിട്ടുള്ള യമധർമ്മദേവൻ അവൾക്ക് മൂന്നാമതൊരു വരം കൂടി നൽകി. പുത്രന്മാരില്ലാത്ത തന്റെ പിതാവിന് പുത്രന്മാരുണ്ടാകണമെന്നും അവർ കുലവർദ്ധകന്മാരായി തീരണമെന്നുമുള്ളൊരു വരമാണ് അവൾ ദേവനിൽ നിന്ന് നേടിയത്. സാവിത്രിയുടെ ആ ഒരു ആഗ്രഹവും ദേവൻ നിറവേറ്റി കൊടുത്തു. വരങ്ങൾ കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം അവൾക്ക് യമധർമ്മദേവനെ പിന്തുടരാതിരിക്കാനാവുമായിരുന്നില്ല. കാരണം ഏതു വിധേനയും സാവിത്രിക്ക് സത്യവാന്റെ ജീവൻ തിരികെ കൊണ്ടുവരണമായിരുന്നു. അതിനായി സാവിത്രി യമധർമ്മദേവന്റെ ഗുണങ്ങൾ പ്രകീർത്തിച്ചു. നല്ല മനുഷ്യരെ, നല്ല സൗഹൃദത്തോടെ പെരുമാറുന്ന മനുഷ്യരെ ജനങ്ങൾ വിശ്വസിക്കും. അതുപോലെ എങ്ങും മറയില്ലാത്ത സൂര്യദേവന്റെ പുത്രനായ അങ്ങയെ, ധർമ്മത്തിൽ ജീവിക്കുന്ന സർവ്വചരാചരങ്ങളെയും ധർമ്മത്തിൽ ചരിപ്പിക്കുന്ന ധർമ്മദേവതനായ അങ്ങയോടൊപ്പം സഞ്ചരിക്കുമ്പോൾ എനിക്കെന്ത് ക്ഷീണം, അതും എൻ്റെ ഭർത്താവിന് വേണ്ടിയാകുമ്പോൾ അത് അത്ര പോലും ഇല്ല എന്ന് സാവിത്രി പറഞ്ഞത് കേട്ട് അദ്ദേഹം സംപ്രീതനായി അവളോട് അവസാനമായിട്ട് ഒരു വരം കൂടി ചോദിച്ചുകൊള്ളാൻ അനുവാദം നൽകുന്നു. മനസ്സിൽ ശരിയാവണ്ണം ആലോചിച്ചുറപ്പിച്ചിട്ട് സാവിത്രി ചോദിച്ച വരം ഇതാണ്: കുലവർദ്ധകന്മാരും വീര്യവാന്മാരും സത്യവാന്റെ പിന്തുടർച്ചക്കാരുമായിട്ടുള്ള പുത്രന്മാർ തനിക്ക് ജനിക്കണമെന്ന്. സാവിത്രി ആ വരം ചോദിച്ച രീതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു തരത്തിലും യമധർമ്മദേവന് ഒഴിഞ്ഞു ആകാത്ത തരത്തിലാണ് സാവിത്രി ചോദിച്ചിട്ടുള്ളത്. എന്ത് തന്നെയായാലും സാവിത്രിയുടെ അടിയുറച്ച ധർമ്മ ചിന്തയിലും ഭർത്തൃഭക്തിയിലും ബുദ്ധിശക്തിയിലും സംപ്രീതനായിട്ടുള്ള യമധർമ്മദേവൻ സാവിത്രിയുടെ അവസാനത്തെ ആഗ്രഹവും വരമായിട്ട് നൽകി. ഒടുവിൽ സത്യവാന്റെ ജീവൻ തിരികെ നൽകി അവർക്ക് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് യമധർമ്മദേവൻ മറഞ്ഞു. ദേവൻ മറഞ്ഞതും സാവിത്രി സത്യവാൻ കിടന്ന ഇടത്തേക്ക് തിരികെ നടന്നു. സത്യവാന്റെ ശരീരം കിടന്നിടത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ ശിരസ്സെടുത്ത് മടിയിൽ വെച്ച് അവൾ നിലത്തിരുന്നു. ഉടൻ തന്നെ ദീർഘനേരം ഉറങ്ങിയിട്ടെന്ന പോലെ, ഞാൻ ദീർഘനേരം കിടന്ന് ഉറങ്ങിപ്പോയി, എന്തേ നീ എന്നെ വിളിക്കാഞ്ഞു എന്ന് പറഞ്ഞ് വളരെ നീണ്ട ഉറക്കത്തിൽ നിന്ന് എന്നവണ്ണം അദ്ദേഹം ഉണർന്നെണീറ്റു. അവിടെ നടന്ന പോലൊന്നും മൂപ്പര് അറിഞ്ഞില്ലല്ലോ. ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞില്ലേ, നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പും വിവാഹ ബന്ധങ്ങളിലെ ഭദ്രതയും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ പണ്ടൊരു ഫേക്കോളുടെ പരസ്യം കണ്ടത് നിങ്ങൾ ഓർക്കുന്നില്ലേ? 2 ആനകൾ പിടിച്ചു വലിച്ചുകൊണ്ട് ആന പിടിച്ചാലും വിട്ടുപോരില്ല എന്നുള്ള ആ ഒരു ഉറപ്പ്, അതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രത്യേകത. ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഒപ്പം അചഞ്ചലമായ ധർമ്മബോധവും തീക്ഷ്ണമായ ഭക്തിയും കൈമുതലായിട്ടുണ്ടെങ്കിൽ അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന ഏതൊരു കാര്യവും സാധ്യമാക്കിയെടുക്കാൻ കഴിയുമെന്നൊരു സന്ദേശം കൂടി സാവിത്രി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും മതി. വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം.
ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒരു കമന്റിലൂടെ ഒന്ന് കുറിക്കും കേട്ടോ. അപ്പം പതിവ് പോലെ നമുക്ക് വരുന്ന വീഡിയോയിൽ കണ്ടുകൊണ്ടേയിരിക്കാം, മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.